അപ്പോൾ എങ്ങനെയാ നിങ്ങളൊക്കെ ആ തമ്മിൽ കണ്ടിട്ടല്ലേ ഈ വീഡിയോ ഓണാക്കിയത്? അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തി ഈസി സാൻഡ്വിച്ച് റെഡിയാക്കാമേ. നമുക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസാണ് ഇതിരിക്കുന്നത്. ഇത്രയൊന്നും വേണ്ട. ഒരു ക്യാപ്സിക്കം വേണം, പിന്നെ ഒരു ചെറിയ ക്യുക്കമ്പർ വേണം, പിന്നെ ഒരു ചെറിയ പീസ് ക്യാബേജ്, പിന്നെ നമുക്ക് മെയിനായിട്ട് ടേസ്റ്റ് കൂട്ടുന്നൊരു സാധനമാണ് സവാള ആൻഡ് ഒരു ക്യാരറ്റ്. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചീസി ചിക്കൻ സാൻഡ്വിച്ച് റെഡിയാക്കാം. ഇതെല്ലാം ഒന്ന് കഴുകിയിട്ട് കൊണ്ടുവരാട്ടോ. ഞാൻ ചെറുതായിട്ടൊരു ട്രാൻസിഷൻ വീഡിയോ ഒക്കെ നോക്കിയതാണ്, പക്ഷേ ചീറ്റിപ്പോയി. ഓക്കെ, കുഴപ്പമില്ല. നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്താലോ? ആദ്യം തന്നെ ഞാൻ ക്യാപ്സിക്കം കട്ട് ചെയ്തു, സവാള കട്ട് ചെയ്തു, ക്യുക്കമ്പർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെറുതായിട്ട് അരിയണം കേട്ടോ, നല്ല ചെറിയ പീസായിട്ട് ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞു വെക്കണേ. അപ്പോൾ നമ്മുടെ ക്യുക്കമ്പർ കുറച്ച് മതി കേട്ടോ. കുറേ വെള്ളമായി പോയാൽ സാൻഡ്വിച്ച് കൂടുതൽ ഒരു മധുരമായി പോകും കേട്ടോ. അപ്പം നമുക്ക് ഇനി ക്യാരറ്റ് അരിഞ്ഞെടുക്കാം, പിന്നെ നമ്മുടെ സ്വന്തം ക്യാബേജ്. എല്ലാം കൂടി ഇരിക്കുക എന്ത് ഭംഗിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊരു പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഇത്രയും വെജിറ്റബിൾസ് ആട്ടോ നമുക്കിതിന് മെയിനായിട്ട് വേണ്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഐറ്റംസൊക്കെ ഇടാം, കോൺ ഇടാം, എഗ്ഗ് ഇടാം, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇടാം. വെജിറ്റബിൾസ് ഏതൊക്കെ വേണോ അതൊക്കെ ഇടാം. ഇനി നമുക്ക് അടുത്തത് സ്റ്റീം ചെയ്യേണ്ട സാധനങ്ങളൊക്കെ നോക്കാം. 2 എഗ്ഗ് ഞാൻ എടുക്കുന്നുണ്ട്, കുറച്ച് വറ്റൽമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച്, ഒരു 3 അല്ലി വെളുത്തുള്ളി. ഇതുകൂടാതെ നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടുന്നതാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതിൻ്റെ ഇടയ്ക്ക് ഒരു കാറ്റടിച്ചു കേട്ടോ, അതാ മഞ്ഞൾപ്പൊടി പറന്നു പോയത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. ഈ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ആഡ് ചെയ്യാം. ഇനിയൊരു ഇഡലി പാത്രം നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 മുട്ട പൊട്ടിച്ച് വയ്ക്കണം. ഉണ്ണി പൊട്ടാതെ എടുക്കണം കേട്ടോ. എൻ്റെ മുട്ടയ്ക്ക് കുറച്ച് വെള്ളം കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു, അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിൽ 2 തട്ടിൽ 2 ആ ഹോളിലേക്ക് എനിക്ക് ചിക്കൻ ഉണ്ടായിരുന്നു. അത്രയും ചിക്കൻ നമ്മൾ വേവിക്കാൻ വെച്ചു. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന വറ്റൽമുളകും വെളുത്തുള്ളിയും. ഇത്രയാണ് കേട്ടോ നമ്മൾ സ്റ്റീം ചെയ്യാനുള്ളത്. ഇതെല്ലാം ആവശ്യത്തിന് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ എടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ വറ്റൽമുളക് എടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ആവി വരട്ടെ. ഒരു 10 മിനിറ്റോളം നമുക്ക് വെക്കാം കേട്ടോ. ഓക്കെ, ഇതാ നമ്മുടെ ചിക്കനും മുട്ടയും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. ആദ്യം തന്നെ ഞാൻ ആ മുട്ട എടുത്ത് ജാറിലേക്ക് ഇട്ടു, പിന്നെ വറ്റൽമുളക് എല്ലാം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എനിക്ക് ചെറുതായിട്ടൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ കണ്ടുപിടിച്ചോ, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ചീസ് ഇടുക, അതിലേക്ക് കുറച്ച് ഉപ്പ്. നമ്മൾ നേരത്തെ ചിക്കന് ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കിയിട്ടിടുക. പിന്നെ ഞാൻ കുറച്ച് ഒറിഗാനോ ഇട്ടിട്ടുണ്ട്, കുറച്ച് പാല്. ഞാൻ പറഞ്ഞ തെറ്റില്ലേ, നിങ്ങളത് നോക്കാതിരിക്കുക. നോക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ ആ മിക്സിലേക്ക് നമ്മുടെ വെജിറ്റബിൾസും കുറച്ച് ചിക്കൻ വേവിച്ച് പിച്ചിട്ടേക്കുന്ന കേട്ടോ, ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഒരു ചപ്പാത്തി വെച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം, കുബൂസ് എടുക്കാം, എനിത്തിങ്. ഓക്കെ, ഇനി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കെച്ചപ്പ്, അതുകൊണ്ടാണ് ഞാൻ കെച്ചപ്പ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതൊന്നും ഇല്ലാതെ കഴിക്കാം. ഞാൻ കുറച്ച് കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ മിക്സ് ആഡ് ചെയ്യുക, ആവശ്യത്തിന് എടുക്കുക. നല്ല ഫില്ലിംഗ് ആയിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു നേരത്തെ ആഹാരം ഇത് മതി കേട്ടോ. നമുക്കിനി ഇതൊന്ന് നല്ലതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. നോക്കിക്കേ, നല്ല ഫില്ലിംഗ് ഉണ്ട്. ഇതൊന്ന് ഞാൻ മുറിച്ച് കാണിക്കാം. നല്ല ഫില്ലിംഗ് ഒക്കെ ഉണ്ട്, നല്ല ചീസി ആയിട്ടുള്ള വൈറൽ ചിക്കൻ റോള് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, ബൈ.